ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ നിനക്ക് ആശംസിക്കുക. ഈശോയെ അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. ഫരീസേയര് കുറച്ച് ആളുകൾ ഈശോയുടെ അടുത്ത് വന്നിട്ട് ഈശോയുടെ ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 14-ാം വാക്യം. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരീസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാരാണ് വരുന്നത്. ചോദിക്കുക, ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ഫരീസേയർ ഉപവസിക്കുന്നുണ്ട്, എന്ത് നിന്റെ ശിഷ്യന്മാർക്ക് ഉപവാസമില്ലാത്തത്? അതൊരു സംശയ നിവാരണം മാത്രമല്ല, ഒരു പ്രകോപനം കൂടിയാകാം. താരതമ്യം ചെയ്തിട്ട് നിന്റെ ശിഷ്യന്മാർ നിലവിലുള്ള ചട്ടക്കൂട്ടങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു. അവർ നിന്നോടൊപ്പം ദൈവിക പദ്ധതിയിലായിരിക്കണം, എന്നിട്ടും ദൈവത്തിൻ്റെ വഴികളിലെ അവഗണിച്ച് കളയുന്നു. അതാണ് ചോദ്യം. ഈശോ അവരെ സംരക്ഷിക്കുന്നുണ്ട്, ഈശോ അവർക്ക് വേണ്ടി ബാധിക്കുന്നുണ്ട്. ഒന്നേ ഉള്ളൂ, നീ നിൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നീ ജീവിതത്തിൽ ആഘോഷിക്കേണ്ട വ്യക്തിയാണ്. ഓരോ ദിവസത്തെ ആഘോഷിക്കണം. ഉപവസിക്കേണ്ട എന്നുള്ളതല്ല, ക്രിസ്തുവിനോട് കൂടെ ജീവിതത്തെ ഒരു ആനന്ദമാക്കി മാറ്റുക. ആ ആനന്ദത്തിൽ സാക്രിഫൈസ് ഉണ്ട്, ആ ആനന്ദത്തിൽ വിട്ടുകൊടുക്കലുണ്ട്, ആ ആനന്ദത്തിൽ ഉപവാസമുണ്ട്. പക്ഷേ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ക്രിസ്തുവിനോട് കൂടി ഓരോ ദിവസം ആഘോഷിക്കുവാൻ നിനക്ക് സാധിക്കണം. മരിച്ചടക്ക് കഴിഞ്ഞ് വരുന്ന വ്യക്തികളെ പോലെ അല്ല നമ്മൾ വ്യാപരിക്കേണ്ടത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആനന്ദത്തിലാണ് നമ്മൾ വ്യാപരിക്കേണ്ടത്. അത് ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോഴാണ്. ക്രിസ്തു ശിഷ്യന്മാരെ സംരക്ഷിക്കുകയല്ല, പുതിയ ബോധ്യങ്ങളിലേക്ക് നയിക്കുക. അവരിന്ന് എന്നോടുകൂടെ ഉല്ലസിച്ച് മുന്നോട്ട് പോകുന്നവരാണെന്ന് യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറയുക. സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം, അതിനപ്പുറത്ത് ക്രിസ്തുവിൽ ആനന്ദിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വ്യക്തിക്ക് വേണ്ടത് കൃപകളെല്ലാം നൽകണം. എപ്പോഴും നിന്നോടുകൂടെ ആനന്ദിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ജീവിത മേഖലകളെല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ടും നിന്റെ വലിയ സംരക്ഷണം കൊണ്ടും നിറയ്ക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.